അടുത്തത് കർക്കിടകക്കൂറാണ്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകക്കൂറ്. ലഗ്നത്തിൽ ആണ് ഗുരു നിൽക്കുന്നത്. അവിടെ തന്നെ ബുധൻ ഉണ്ടായിരുന്നു. ആ ബുധൻ വക്രത്തിൽ 12ലേക്ക് മാറുന്നുണ്ട്. അതുകൊണ്ട് ചില നേരത്തെ നമ്മൾ തുടങ്ങി വെച്ച ചില പദ്ധതികളൊക്കെ അത് പുനഃപരിശോധന ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ അത് വീണ്ടും തുടങ്ങി വെച്ചത് ഒന്ന് മന്ദഗതിയിലായിട്ട് പിന്നടത്തേക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ടും ഒക്കെ വന്നേക്കാം. അതൊരു പരാജയമായിട്ട് വിചാരിക്കേണ്ട കാര്യമില്ല. അത് കുറച്ചുകൂടെ ആസൂത്രിതമായിട്ട് ചെയ്യാനുള്ള ഒരു ടൈം ലാഗായിട്ട് വിചാരിച്ചാൽ മതിയാവും. വരുമാനം ഒക്കെ സ്ഥിരമായിട്ട് തന്നെ ഉണ്ടാകും. അനാവശ്യമായിട്ടുള്ള ആഡംബര ചെലവുകൾ ഒക്കെയുള്ള പ്രേരണയുണ്ടാകും. അത് കുറച്ച് കുറയ്ക്കുക. അത് അങ്ങനെയാണെങ്കിൽ വരുമാനവും ചിലവും ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നതാണ്. ആരോഗ്യപരമായിട്ട് മാനസികമായിട്ടുള്ള ഒരു ശ്രമം ആവശ്യമാണ്. അമിതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ പലതും ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. തൻ്റെ ചുമതലയിലേക്ക് വന്നു വീഴും. എങ്കിലും അത് തന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം ഏറ്റെടുത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കുടുംബപരമായിട്ട് കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. സമാധാനത്തോടു കൂടിയുള്ള അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുണ്ടാകുന്നത്. ഇവർക്കും ഒരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഭദ്രകാളിക്ക് പൂജ നടത്തുക, അങ്ങനെയുള്ള മന്ത്രങ്ങൾ ജപിക്കുക, അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോവുക. അതോടൊപ്പം തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക. വൈഷ്ണവമായിട്ടുള്ള പൂജകളോ മന്ത്രജപങ്ങളോ ഒക്കെയും ഫലം ചെയ്യുന്നതാണ്.